നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ BSc BCA കോഴ്സിലെ ഒരു കോപിഷ്ഠന്റെ ശപഥം എന്ന ചന്തുമേനോന്റെ ഇന്ദുലേഖയിലെ 3ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ചന്തുമേനോന്റെ നോവലായ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിനു മുമ്പ് അപ്പു നെടുങ്ങാടിയുടെ കുന്തലത എന്ന നോവൽ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ലക്ഷണങ്ങളൊത്ത് ശരിക്കും നോവൽ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഇന്ദുലേഖ തന്നെയാണ്. അപ്പൊ ഇന്ദുലേഖ എഴുതിയ ചന്തുമേനോൻ സായിപ്പന്മാരുടെ കൂടെ കോടതികളിൽ ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം കൊണ്ടും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായ ഇന്ദുലേഖയും മാധവനെയൊക്കെ അദ്ദേഹം വളരെ ഫോർവേഡായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിലെ മാധവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ തറവാട്ടിലെ കാരണവരെന്ന നിലയ്ക്ക് പഞ്ചുമേനോനാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഇന്ദുലേഖയ്ക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും, മാധവനും ഇന്ദുലേഖയും തമ്മിൽ പ്രണയത്തിലാണ്. എന്നാൽ ഇതിന്റെ 1ാം അധ്യായത്തിൽ മാധവനും പഞ്ചുമേനോനും തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. അതായത് ഇളയ കുട്ടിയായ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഇളയ കുട്ടിയെ ചിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് മാധവൻ പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായ ഒരു തർക്കമാണ്. അപ്പൊ 1ാമത് പഞ്ചുമേനോൻ വളരെ കോപിഷ്ഠനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാൾ ഒരു ശപഥം ചെയ്യുന്നതായിട്ടാണ് ഈ 3ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ കോപിഷ്ഠന്റെ ശപഥം എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. പിന്നെ ഈ മാധവനെ ഇന്ദുലേഖ അന്നത്തെ കാലത്തെ സ്ത്രീകളിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസം നേടിയ വ്യക്തി ആയതുകൊണ്ട് മാനസികമായി ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുകയും അത് വാക്കുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ മാധവനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അന്നത്തെ ആധുനിക കേരളത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് മാധവനെ കാണുന്നത്. അപ്പൊ നമുക്ക് കോപിഷ്ഠന്റെ ശപഥം എന്ന ഭാഗത്തേക്ക് കടക്കാം. അപ്പൊ 1ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, കാരണവർ പഞ്ചുമേനോനും അനന്തരവൻ മാധവനും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായി. അപ്പൊ ആ കലഹം അയാളെ പഞ്ചുമേനോനെ കോപിഷ്ഠനാക്കി. 1ാമത് പഞ്ചുമേനോൻ വളരെ കോപിഷ്ഠനായ ഒരു വ്യക്തിയാണ് ജന്മനാൽ. പിന്നെ ഈ ഒരു കലഹവും കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് ആ പൂവള്ളി തറവാട്ടിലെ കാരണവർ. ധാരാളം വസ്തുവകകളുള്ള ധനസ്ഥിതിയുള്ള തറവാടായിരുന്നു പൂവള്ളി. പിന്നെ ഈ തറവാടുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളും വസ്തുവകകളും ഒക്കെ നോക്കി നടത്താനുണ്ട്. പിന്നെ ബ്രാഹ്മണന്മാർക്ക് ആഹാരം കൊടുക്കുന്ന സത്രങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പോൾ ആ തറവാട്ടിൽ നിന്നാണ് പണം ചെലവാക്കുന്നത്. പഞ്ചുമേനോനാണെങ്കിൽ പണം ചെലവാക്കുന്നത് വളരെ ലുബ്ധനാണ്. പക്ഷെ ഇക്കാര്യങ്ങളൊക്കെ നോക്കി നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പഞ്ചുമേനോന്റെ മകളാണ് ഇന്ദുലേഖയുടെ അമ്മയായ ലക്ഷ്മിക്കുട്ടി. അപ്പൊ ഇന്ദുലേഖയുടെ അമ്മയായ ലക്ഷ്മിക്കുട്ടി പഞ്ചുമേനോന്റെ മകളാണ്. ആ ലക്ഷ്മിക്കുട്ടിയുടെ അമ്മ, അതായത്